പലപ്പോഴും ട്രെയിനിൽ നിന്നൊക്കെ വായിച്ചിട്ട് അടുത്തുള്ളവർ അറിയുമോ എന്ന് വിചാരിച്ച് പുസ്തകം പൂട്ടി വെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്ന്. അതെ അതെ, അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുമ്പം എപ്പോഴും ഒരു മനസ്സ് തട്ടിയൊരു അനുഭവമുണ്ട്, ഒരു അത്ഭുതമായിട്ട് തോന്നിയൊരു അനുഭവം. പക്ഷെ പുസ്തകം ഇറങ്ങിയതിന് ശേഷം, പബ്ലിഷ് ചെയ്തതിന് ശേഷം ഞാൻ ആ പുസ്തകം എടുത്ത് വായിക്കാൻ നോക്കിയപ്പം ആദ്യത്തെ 1-2 പേജ് വായിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രോമ, ആ ട്രോമയിലേക്ക് വീണ്ടും തിരിച്ചു പോകുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത കാര്യം. സോ അപ്പോൾ അതിനുശേഷം ഞാൻ ആ 2 പേജ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പുസ്തകം അടച്ചു വെച്ചു. എനിക്ക് തുറന്നു പറയുകയാണെങ്കിൽ ഐ വാസ് ലൈക്ക് വൊമിറ്റിങ്. എനിക്കിങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ ബുക്ക് അടച്ചു വെച്ചു. എൻ്റെ ഓങ്കോളജി ഡോക്ടർ ഉണ്ട്, ഡോക്ടർ സുബ്രഹ്മണ്യൻ സാർ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല സാറിന്. എന്നിട്ട് അവരുടെ അസിസ്റ്റന്റ് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു, സാർ അത്രയും അപ്സെറ്റ് ആയി പോയിട്ടുണ്ട് ആ ഒരു സമയത്ത്. അത്രയും ഇമോഷണൽ ബോണ്ടായിരുന്നു അവർക്ക് എന്നോട്. ശരിക്കൊരു മകളെ പോലെ ആയിരുന്നു അവർ എന്നെ ട്രീറ്റ് ചെയ്തത്. ആനന്ദ് ഒരു സിസ്റ്ററിനെ പോലെ ആയിരുന്നു. ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രയാസങ്ങളാണ്. അപ്പം ചിലപ്പോ ഞാനിങ്ങനെ കരഞ്ഞു പോയിട്ടുണ്ട്, ചില സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഒരു ദിവസം ഞാൻ വിചാരിക്കും ഇത്ര ചാപ്റ്റർ ഞാൻ എഴുതി വെക്കുകയായിരുന്നു, ഇങ്ങനെ ചുമരിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു 3 ചാപ്റ്റർ ഒക്കെ തീർക്കാന്ന് വിചാരിക്കുമ്പോൾ വളരെ കുറഞ്ഞ ഒരു പേജിന്റെ 1 പാരഗ്രാഫ് ഒക്കെ ചിലപ്പം ചെയ്തിട്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ സാഹചര്യങ്ങളുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിലുള്ളത് 2 അതിഥികളാണ്. ഒന്ന്, നമ്മൾ മുന്നേ ഗസ്റ്റ് റൂമിൽ ഒരധ്യായം അഥവാ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഡോക്ടർ KP ഹവ്വയാണ്. അവർ മനോഹരമായ കാവൽ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ഓഥറാണ്, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. ഒപ്പം ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് പതിപ്പ് ഈ അടുത്ത് പുറത്തിറങ്ങിയ അണ്ടർ ദി ബ്യൂട്ടിഫുൾ ഗ്രേസ് എന്ന് പറയുന്ന പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത ഡോക്ടർ KP ഹവ്വയുടെ ഉമ്മയുടെ സഹോദരി കൂടിയായ റാഹില അലി ജമീൽ, ഈ 2 പേരാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. സ്വാഗതം റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിലേക്ക്. ഹവ്വത്തയുടെ ഇതിന് മുന്നേയുള്ള എപ്പിസോഡ് കണ്ട് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു ജേണി, അതും പടച്ചോന്റെ കാവല് നമുക്ക് തിരിച്ചറിയുന്ന ഒരു മനോഹരമായ ഒരു ജീവിതാനുഭവം. അത് നമുക്ക് വന്നതിനേക്കാൾ കൂടുതൽ റെസ്പോൺസുകൾ സ്വാഭാവികമായിട്ടും നമുക്ക് വന്നിട്ടുണ്ടാവും. അതേപോലെ പുസ്തകം അത് ഒരു പതിപ്പ് കംപ്ലീറ്റ് ആയി, 2ാമത്തെ പതിപ്പ് ഇറങ്ങി, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇറങ്ങി. അപ്പോൾ ഒരുപാട് വായനക്കാരിലേക്ക് ഇത് എത്തുകയും ചെയ്തു. അപ്പോൾ ഈ പുസ്തകം ഇറങ്ങി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഈ ഒരു കാലയളവിൽ ഉണ്ടായ ഒരു അനുഭവത്തില് പ്രത്യേകം എടുത്തു പറയാൻ തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് രോഗികളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വായനാ അനുഭവം പറഞ്ഞത് പലപ്പോഴും ട്രെയിനിൽ നിന്നൊക്കെ വായിച്ചിട്ട് അടുത്തുള്ളവർ അറിയുമോ എന്ന് വിചാരിച്ച് പുസ്തകം പൂട്ടി വെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്ന്. അതെ അതെ, അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുമ്പം എപ്പോഴും ഒരു മനസ്സ് തട്ടിയൊരു അനുഭവമുണ്ട്, ഒരു അത്ഭുതമായിട്ട് തോന്നിയൊരു അനുഭവം. അതായത് എനിക്കൊരാൾ ഒരു വ്യക്തിയുടെ ഒരു നമ്പർ തരികയാണ്, എന്നിട്ട് പറയാണ് ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടണമെന്ന്. അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞൊരു അനുഭവം ഉണ്ട്. അതായത് അവരെ വീട്ടിൽ മനോഹരമായ കാവൽ 1 വർഷമായിട്ട് അവിടെ ആരോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവർ വായിക്കുന്നില്ല, അവർ കാണുന്നുണ്ട്, പക്ഷെ അവരത് വായിക്കുന്നില്ല. പക്ഷെ അവർ പെട്ടെന്നൊരു ദിവസം അവർക്ക് വായിക്കാൻ തോന്നുകയാണ്. അവർ ആ പുസ്തകം ഫുള്ള് വായിക്കുകയാണ്. വായിച്ചു കഴിഞ്ഞ് കൃത്യം 1 മാസത്തിൻ്റെ ഒക്കെ ഉള്ളിൽ അവരുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. ഒരു ബ്രെയിനിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് അവർ പറയാണ്, ഞാൻ ഈ പുസ്തകം വായിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു അനുഭവത്തിൽ പിടിച്ചു നിൽക്കാനായത്. അതായത് എങ്ങനെ അള്ളാഹുവിനെ തവക്കൽ ചെയ്യണമെന്ന് ഈ പുസ്തകം എനിക്ക് പഠിപ്പിച്ചു തന്നു. ആ ഒരു തവക്കൽ ചെയ്യുമ്പം അവർക്കും എനിക്ക് കിട്ടിയ അതേ ഒരു ശക്തി കിട്ടി എന്ന് പറഞ്ഞത് വല്ലാത്തൊരു അനുഭവം തന്നെ. അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം എന്ന സമയത്ത് ഈ പുസ്തകം അവർക്ക് വലിയൊരു ഉപകാരമായി എന്നുള്ളത്. അതെ അതെ, ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ സമയത്താണ് നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ ഓരോന്നിനും നിമിത്തമാവുക, അല്ലെങ്കിൽ പടച്ചോൻ ചില കാരണങ്ങളാക്കി വെക്കുക എന്നുള്ളത്. ഞങ്ങൾ പഴയ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർക്കുകയാണ്. നിങ്ങൾ BDS ആണ് പഠിച്ചത്, അതുകൊണ്ട്
ബ്രെയിനിനെ പറ്റി അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അതൊരു പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രത്തോളം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പൊ ചില വിഷയങ്ങൾ പഠിച്ച് നമ്മൾ അറിയിക്കാത്തത് പോലും നമുക്ക് വലിയൊരു അനുഗ്രഹമാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു സമയത്തെ ഒരു വലിയൊരു കാര്യമാണല്ലോ. അപ്പൊ അത്തരത്തില് പിന്നീട് ഇപ്പോൾ നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുന്നു, നന്നായി വരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും പഴയതിനേക്കാൾ നന്നായി ചെയ്യാൻ പറ്റുന്ന സമയത്ത് തിരിച്ചറിയില്ല നമുക്ക് ഇത് എത്രത്തോളം വലിയ അനുഗ്രഹമായിരുന്നു എന്നുള്ളത്. അത്തരത്തിൽ ഇപ്പോൾ ജീവിതത്തിന്റെ ഒരു തിരിച്ചുവരവിന്റെ സമയത്ത് എങ്ങനെയാണ് ഈ വളർച്ചയും തിരിച്ചറിവുകളും അതുപോലെ തന്നെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ? ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാൻ ഈ രോഗാവസ്ഥ ഒരിക്കലും ഒരു പരീക്ഷണമായിട്ട് കണ്ടിട്ടേ ഇല്ല. എനിക്കതൊരു പരീക്ഷണമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അതെനിക്കൊരു അനുഗ്രഹമായിരുന്നു. ഇപ്പോഴും ആലോചിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ എന്ന് തന്നെ പറയണം. ആ ഒരു സമയത്ത് സത്യത്തിൽ ഞാൻ പരീക്ഷണത്തിലല്ല, പക്ഷേ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് എനിക്ക് തോന്നിയത് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. ഞാൻ തിരിച്ച് ബാക്ക് ടു ലൈഫ് ആയ സമയത്ത് പഴയ കാര്യങ്ങൾ ഞാൻ മറന്നു പോകുമ്പോൾ ഇത്രയും മരണത്തിൻ്റെ മുന്നേ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അതായത് മരണത്തിന് മുന്നിൽ കാണുകയാണ്. ആ ഒരു അനുഭവം കിട്ടി. വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരാണ് നമ്മൾ, പലപ്പോഴും മറവി വരും, നമ്മൾ തെറ്റുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പം സത്യത്തിൽ എനിക്ക് ഭയങ്കര പേടി തോന്നാറുണ്ട് ഉള്ളിൽ. അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ആളുകളോടൊക്കെ ഞാൻ ഈ ഒരു അനുഭവം പറയാനുണ്ട്. അതായത് നമ്മൾ സത്യത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് സത്യത്തിൽ പരീക്ഷണം എന്നുള്ളത്. നമ്മളിപ്പോൾ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ ഇതെനിക്ക് വലിയൊരു പരീക്ഷണമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ പെർസ്പെക്റ്റീവ് മാറുന്നു എന്നുള്ളതാണ്. ഒരേ കാര്യത്തെ പരീക്ഷണമായും അതേ കാര്യത്തെ ഒരേ സമയം അനുഗ്രഹമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ഓദർ എന്നുള്ള അർത്ഥത്തിൽ ആസ് എൻ ഓദർ എങ്ങനെയാണ് ജീവിതം മാറിയത്? എഴുത്തില്, വായനയില്, പിന്നെ ഒരുപാട് പ്രോഗ്രാംസും കുറച്ച് വേദികൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം മറ്റേ IGMന്റെ സ്റ്റേറ്റ് സമ്മിറ്റിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഗസ്റ്റ് ടോക്കുകളും പിന്നെ ചില സെഷനുകളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. ആസ് എൻ ഓദർ അതേപോലെ തന്നെ ഇന്റർവ്യൂ അത്യാവശ്യം ഒരുപാട് ആളുകളിലേക്ക് എത്തി. അപ്പോൾ അതെങ്ങനെയാണ് ജീവിതത്തെ ആ നിലക്ക് സ്വാധീനിച്ചിട്ടുള്ളത്? അപ്പോൾ ഒരു പുസ്തകം എഴുതി, അപ്പോൾ അതിലൂടെ ആളുകൾ അറിഞ്ഞു. ഒരുപാട് സ്നേഹവലനങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ വേദികളിലൊക്കെ ക്ഷണിക്കപ്പെടുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവാറുണ്ട്. അതായത് ഞാൻ കിടന്ന സമയത്ത്, ഞാനിങ്ങനെ അന്ന് കിടന്ന സമയത്ത് റബ്ബിനെ കൂടുതൽ അറിഞ്ഞൊരു സമയമുണ്ട്. ആ സമയത്ത് എനിക്കിങ്ങനെ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ തോന്നുമായിരുന്നു എന്താണ് റബ്ബ് എന്നുള്ളത്. അപ്പോൾ റബ്ബിനെ അതിന് മുന്നേ ഉള്ളൊരു ജീവിതത്തിൽ റബ്ബിനെ പേടിക്കണം എന്നുള്ളൊരു കാര്യം കേട്ടിട്ടാണ്, അതായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു അനുഭവത്തിലൂടെ റബ്ബിനോടുള്ളൊരു മുഹബ്ബത്താണ് എനിക്ക് ലൈഫിൽ വന്നത്. അപ്പോൾ ആ ഒരു മുഹബ്ബത്ത് എങ്ങനെ ആയിരിക്കണം റബ്ബിനോട് ഉണ്ടാവേണ്ട ഒരു മുഹബ്ബത്ത് എന്ന് എനിക്ക് ചുറ്റുമുള്ള ലോകത്തോട് വിളിച്ചു പറയാനൊരു അവസരമാണല്ലോ കിട്ടിയത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നീട് ഞാൻ കൂടുതലായി ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് അറിയാനും പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ട്രെയിനിങ്ങുകൾ എടുത്തിട്ടുണ്ട്. അപ്പം എന്നെക്കാൾ ബുദ്ധിമുട്ടുകളുള്ള ആളുകളെ ഞാൻ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് രോഗികളും പ്രയാസം അനുഭവിക്കുന്ന ആളുകളും ഒക്കെ വലിയൊരു സ്നേഹവലയം തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഒരു പടച്ചോനിൽ ഒരു താങ്ങ് കണ്ടെത്താൻ ഈ പുസ്തകം ഉപകരിച്ചിട്ടുണ്ട്. പുസ്തകം, ഇന്റർവ്യൂ, സംസാരങ്ങളൊക്കെ ഉപകരിച്ചിട്ടുള്ളതാണ്. അതേപോലെ ഈ പുസ്തകത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് പതിപ്പ് കൂടി പ്രത്യേകം സൂചിപ്പിക്കേണ്ടതുണ്ട്. അത് വളരെ വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നതാണ് യുവത പറഞ്ഞത്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിയാൽ ഓഡിയൻസിന്. എൻ്റെ പേര് റാഹില അലി ജമീൽ. ഞാൻ ഈ പുസ്തകത്തിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ പേര് എൻ്റെ ഉപ്പച്ചിന്റെയും ഉമ്മച്ചിന്റെയും പേര് ചേർത്തതാണ്. കാരണം നമ്മുടെ പാരന്റ്സ് ആണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്, അങ്ങനെ പേര് കൊടുത്തതാണ്. പിന്നെ ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്. പിന്നെ അണ്ടർ ദ ബ്യൂട്ടിഫുൾ ഗ്രേസ് എന്ന് പറയുന്ന പുസ്തകം, ഇപ്പോൾ ഹവ്വ ആ പുസ്തകം എഴുതിയ സമയത്ത് വളരെയധികം സന്തോഷം തോന്നി. അവളുടെ ഡയറി കുറിപ്പുകളിൽ പുസ്തകങ്ങളാക്കിയ സമയത്ത് സന്തോഷം തോന്നി. പക്ഷെ പുസ്തകം
ഇറങ്ങിയതിന് ശേഷം പബ്ലിഷ് ചെയ്തതിന് ശേഷം ഞാൻ ആ പുസ്തകം എടുത്ത് വായിക്കാൻ നോക്കിയപ്പം ആദ്യത്തെ 1-2 പേജ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രോമ, ആ ട്രോമയിലേക്ക് വീണ്ടും തിരിച്ചു പോകുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത കാര്യമാണ്. സോ അപ്പോൾ അതിനുശേഷം ഞാൻ ആ 2 പേജ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പുസ്തകം അടച്ചു വെച്ചു. എനിക്ക് തുറന്നു പറയുകയാണെങ്കിൽ ഐ വാസ് ലൈക്ക് വൊമിറ്റിങ്. എനിക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ ബുക്ക് അടച്ചു വെച്ചു. അതാണ് ആ മെമ്മറീസിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ്, പുസ്തകത്തിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അതാണ്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ പുസ്തകം മുഴുവനായിട്ട് വായിക്കാന്ന് പോലും വിചാരിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലല്ലോ. നമ്മളെ ലൈഫ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിൽ എൻഗേജ്ഡ് ആവും, നമ്മൾ അതിനെ പടച്ചോനിൽ തവക്കൽ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ ഒരു പ്രാവശ്യം അനുഭവിച്ച വേദന വീണ്ടും അനുഭവിക്കാന്ന് പറയുന്നത് ശരിക്കും അതെ. അത് അവള് പ്രത്യേകം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, മറവി ഒരു അനുഗ്രഹം എന്ന് അവള് പറയുന്നുണ്ടല്ലോ. ആ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പല കാര്യങ്ങളും പേറി നമുക്ക് ജീവിക്കാം. പിന്നെ എന്നാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തതും ഒരു തീരുമാനം എവിടുന്നായിരുന്നു? ഇപ്പോ ഹവത്തിനോട് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉമ്മയുടെ സഹോദരിയെ തന്നെ തെരഞ്ഞെടുത്തു? ഇത് പ്രകാശന സമയത്ത് ചെയ്യുന്ന സമയത്ത് ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് വരണമെന്ന് ആ വേദിയിൽ വെച്ചിട്ട് ഹാറൂൺ ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ മറ്റാരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാം എന്നായിരുന്നു വിചാരിച്ചത്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയ സമയത്ത് അവിടെ ഉമ്മൻ്റെ അനിയത്തിനെ ഞാൻ ദീദി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദീദി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ദീദി പറഞ്ഞു, ഞാൻ ചെയ്താൽ മതിയോ നിൻ്റെ പുസ്തകം എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് സന്തോഷമല്ലേ, പിന്നെ ദീദിൻ്റെ കഴിവ് എനിക്കറിയാം, ദീദിൻ്റെ ഉള്ളിലുള്ളൊരു കഴിവ് എനിക്കറിയാം. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ദീദി തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഹാറൂൺ ഖാനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അത് കുറച്ച് ടൈം സത്യത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വിട്ടുപോയി. പിന്നെ ദീദിക്ക് പെട്ടെന്നാണ് ദീദി ഒരു ദിവസം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ ഇടയിൽ വീണ്ടും ഒരു സംസാരം വരുന്നത്. ഹാറൂൺ ഖാൻ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ ഹാറൂൺ ഖാൻ ഞങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ദീദിനോട് ഒരു ചാപ്റ്റർ എഴുതി തരാൻ പറഞ്ഞു. ഒരു ചാപ്റ്റർ ദീദി എഴുതുകയാണ്. അങ്ങനെ എഴുതി അത് അപ്രൂവൽ കിട്ടിയ സമയത്ത് അത് കിട്ടിയ സമയത്താണ് പിന്നീട് അത് എഴുതാൻ തുടങ്ങുന്നത്. അതെ, പക്ഷെ അത് ഒരു സത്യം പറഞ്ഞ ഒരു മിറാക്കിൾ പോലെ ഞങ്ങൾക്ക് തോന്നി. അതായത് അതിൻ്റെ ഇടയിലൊരു നീണ്ട ഒരു അളവ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടോ ഒന്നുമില്ല. ഒരു 2 മാസം മുന്നേ, പ്രകാശനത്തിന് ഒരു 2 മാസം മുന്നാണ് സത്യത്തിൽ ഇതിന്റെ വർക്ക് തുടങ്ങുന്നത്. അത് ദീദി തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടത് എല്ലാം, അത് ടൈപ്പിംഗ് അടക്കം ദീദി തന്നെയാണ് അത് ചെയ്തത്. അതില് ഈ ഒരു വായിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് ഞാൻ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്? അത് സത്യത്തില് പഠിച്ചോൻ എന്താണോ വിചാരിച്ചത് അത് ഉണ്ടാവുമല്ലോ. നമ്മൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. അത് ഫയക്കൂനില്ലേ, അങ്ങനെയല്ലേ അത്. അപ്പൊ ഉണ്ടാവും. അത് തന്നെയാണ് അതിന്റെ ആൻസർ. ഞാൻ പറഞ്ഞല്ലോ പുസ്തകം അടച്ചു വെച്ചതാണ്. പിന്നെ ഇങ്ങനെ ഒരു ടോക്ക് വന്നു. അപ്പോൾ അവസാനത്തെ ചാപ്റ്റർ, അപ്പം ഇവിടെ എന്നോട് പറഞ്ഞ ദീദി ഒരു കാര്യം ചെയ്യൂ, പിന്നെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എനിക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരൂ, അവർക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതിന്റെ എല്ലാ ചാപ്റ്റേഴ്സ് നോക്കിയപ്പോഴും ഇതിൽ അവസാനത്തെ ചാപ്റ്റർ വായിച്ചപ്പോഴാണ് എനിക്ക് സമാധാനം. നമുക്കൊരു ചെയ്യാനൊരു സ്റ്റാർട്ടിങ് ഒരു ഈസി ആവണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റത്തെ ചാപ്റ്റർ ആദ്യം ചെയ്തത്. അതായത് സിക്നസ് ഇസ് എ ബ്ലെസ്സിങ്, പിന്നെ രോഗം അനുഗ്രഹമാണെന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ആ ചാപ്റ്ററാണ് ഫസ്റ്റ് ചെയ്തത്. അപ്പൊ ആ ചാപ്റ്റർ ചെയ്യാൻ 2 ദിവസം എടുത്തു. വളരെ കുറച്ച് സെന്റൻസുകളെ അതിലുള്ള 2 ദിവസം എടുത്തിട്ടാണ് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ അത് ചെയ്തു. കോൺഫിഡൻസ് ഒന്നുമില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അങ്ങനെ അയച്ചു കൊടുത്ത സമയത്ത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹവ റിപ്ലൈ ചെയ്തു, അവർക്ക് ഓക്കെ ആണ്, ബാക്കിയും കൂടെ ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ആക്ച്വലി ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടോ? ട്രാൻസ്ലേഷൻ വർക്ക് എന്റെ ആദ്യത്തെ വർക്കാണിത്. പക്ഷെ ഞാനൊരു ഇംഗ്ലീഷിന്റെ ടീച്ചർ ആയതുകൊണ്ട് നമ്മൾ അല്ലാണ്ടൊക്കെ ഇങ്ങനെ ചെയ്യല്ലോ, പ്രൊഫഷണൽ ഭാഗമായിട്ട് ചെയ്യാം. അപ്പം ഏതെങ്കിലും PhD മലയാളത്തിലത് അങ്ങനെ അല്ലാതെ ഒഫീഷ്യലി ഒന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് വർക്ക് തന്നെ അത് സഹോദരിയുടെ മകളുടെ പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം കൂടി ഉണ്ട്. അതായത് എൻ്റെ ഉമ്മന്റെ അനിയത്തിയാണ്, പക്ഷെ ഞങ്ങളൊരു 10 വയസ്സ് വ്യത്യാസമുള്ളൂ. ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരു ഇത്താത്ത അനിയത്തി എന്നുള്ളൊരു ബന്ധം. അതെ, ഒരു സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മെന്ററാണ് ശരിക്കും ദീദി.
അപ്പോൾ ഞാൻ ഇനി ഏത് വലിയ ട്രെയിനിങ് ആയിക്കോട്ടെ, അത് ഏതെടുക്കുമ്പോൾ ഞാൻ ദീദിനൊരു കോള് ചെയ്യും. എന്നിട്ട് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് ഞാൻ ഏത് വേദിയിലും ഇരിക്കാറുള്ളൂ എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തികളിൽ ഒരാളാണ് ദീദി. അപ്പൊ ആ ഒരു അറിവ് കൂടി ഇതിൽ നന്നായിട്ട്, അത് ആ ഒരു സോള്, അത് പുസ്തകത്തിന്റെ ഒരു ആത്മാവ് ചോരാതെ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ. അത് മറ്റൊരാൾ ചെയ്ത ഒരിക്കലും അത് ഒരുപാട് എക്സ്പീരിയൻസ് ഒരാൾ ചെയ്തിട്ടും ചിലപ്പോൾ ഒരുപാട്, അതായത് ഒരു വരി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വരി എടുക്കുമ്പോൾ ദീദി അത് നമ്മളിപ്പോ മലയാളത്തിൽ ഒരു വരി എഴുതുന്നതായിരിക്കില്ല നമ്മൾ ഇംഗ്ലീഷിലേക്ക്, അതായത് അതിന്റെ ആത്മാവ് എന്ന് പറയുന്നതുണ്ടല്ലോ. ദീദി എന്നെ വിളിച്ച് ആ ഒരു സാഹചര്യം മുഴുവൻ ചോദിക്കും. അതായത് പുസ്തകം വായിക്കാത്ത ഒരാള് പിന്നീട് അത് പുസ്തകം, അപ്പൊ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പം അള്ളാഹുവിന്റെ കൈകൾ അതിലുണ്ട് എന്ന് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഹവ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കിപ്പോ ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം വെച്ചാൽ ഓതറിന്റെ ഇന്റൻഷൻ ചോർന്നു പോവാതെ എത്തിക്കാന്ന് പറയുന്നത് ട്രാൻസ്ലേറ്ററുടെ ഒരു വലിയ ജോലിയാണല്ലോ. അപ്പം ഹവ ആയതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ. വളരെ ജീവിതാനുഭവം. അതെ. പിന്നെ അവളുടെ നമ്മൾ ഒരുമിച്ചാണല്ലോ ഇതിൽ കൂടെ കടന്നു പോയത്. അത് വളരെ ഹെൽപ്ഫുൾ ആയി. പിന്നെ പ്രത്യേകിച്ചും ഈ ഇതിന്റെ ചാപ്റ്റേഴ്സിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ടൈറ്റിൽസ് ഒക്കെ അവള് ചില ചാപ്റ്ററിന് കുറച്ചും കൂടെ ആപ്റ്റ് ആയ ടൈറ്റിൽ ഞാൻ ഇങ്ങനെ മാറ്റട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവള് പറഞ്ഞു ദീദിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇറ്റ്സ് അപ് ടു യു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അപ്പൊ വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത്, നമ്മൾ തമ്മിലുള്ള ആ ഡിസ്കഷൻസ് ഒക്കെ. ഇതിൽ ഇപ്പോ ഒരു ട്രോമറ്റൈസിങ് ഒരു സാഹചര്യമായിരുന്നെങ്കിൽ പോലും അവർ ഓർമ്മകളൊന്നൊരു ഇപ്പോ നവത്തയുടെ ഒരു അവിടെ ആശുപത്രിക്കുള്ളിൽ കിടക്കുന്ന ഒരു അനുഭവം നമ്മൾ വിശദമായി കേട്ടു, പുസ്തകത്തിലും വായിച്ചു, ഇന്റർവ്യൂവിൽ കേട്ടു. പുറത്ത് നിൽക്കുന്ന ഒരു കുടുംബാംഗം എന്നുള്ള അർത്ഥത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കോമയിലാവാം, മരണം സംഭവിക്കാം എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളെ പറ്റി കേൾക്കുകയാണ്. ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ 2 ദിവസത്തിനിടയിൽ വലിയ അത്യാഹിതമായിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു പോവുകയാണ്. അപ്പൊ അത് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ അത്രയും ആത്മബന്ധമുള്ള അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ആ ഒരു കുടുംബാംഗം എന്ന അർത്ഥത്തിൽ എന്തായിരുന്നു ആ ഒരു സാഹചര്യത്തിലെ ഒരു അവസ്ഥ? ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ ഇവൾക്ക് ഇത് വരാന്ന് പറയുന്നത് ആ സമയത്ത് ഞങ്ങളുടെ ഫാമിലിയിൽ കുറെ ട്രോമാസ്, കുറെ പഠിച്ചവന്റെ കുറെ കാര്യങ്ങൾ വന്ന ഒരു സമയത്താണ്. എല്ലാം കൂടെ ഒരുമിച്ച് വന്നൊരു സമയമായിരുന്നു. ഉപ്പച്ചിക്ക് വയ്യാണ്ടായി, പിന്നെ നമ്മുടെ സിസ്റ്ററിന് ഒരു അസുഖം വന്ന്, അങ്ങനെ ഇവൾക്ക് അതൊക്കെ ഏകദേശം ഒരു പീരീഡിലായിരുന്നു. അപ്പം സത്യത്തിൽ ഒരു വ്യക്തിനെ പഠിച്ചവന് ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ബോൾഡ് ആവാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ പഠിച്ചവന് സാഹചര്യങ്ങൾ നമുക്ക് തരുന്നത്. അപ്പം എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇവൾക്ക് അസുഖം വന്ന സമയത്ത് പിന്നെ പഠിച്ചവന്റെ കാവല് തീർച്ചയായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ഇവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്യാനൊക്കെയുള്ള മാനസിക പിന്തുണ നമുക്ക് കൊടുക്കാൻ പറ്റിയത് പടച്ചോന്റെ അനുഗ്രഹം മാത്രമാണ്. അതിലപ്പുറത്ത് തുടക്കത്തിലൊക്കെ നമുക്കൊരു ഇടർച്ച വന്നിട്ടുണ്ടായിരുന്നെങ്കിലും കൂടി പിന്നീട് ഇവള് തന്നെയാണ്, ഹവ്വ തന്നെയാണ് പറയാ ഞാൻ ഓക്കെയാണ്. അവള് ഇതിനെ ഒരു എന്താ പറയാ വളരെ ഹ്യൂമർ സെൻസിൽ ആ പുസ്തകത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഹ്യൂമറായിട്ട് തമാശ രൂപേണ ആണ് ഇതിനെ കണ്ടത്. അപ്പൊ നമ്മള് പേഷ്യന്റ് ഓക്കെ ആവുമ്പോൾ കൂടെയുള്ള ആൾക്കാർ എന്താണ്, യെസ്. അപ്പൊ നമുക്ക് അധികം അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നതിന് പകരം അവൾ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു. അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. അൽഹംദുലില്ലാ അത് വലിയ രീതിയിൽ ഉപകരിച്ചു. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അത് ബോൾഡാണ്. അതെ 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 അതെ. കാരണം നമുക്ക് അതാണ് ശരിക്കും വേണ്ടത്. രോഗം വരുന്ന സമയത്ത് ലൈഫിൽ നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടാവും. അപ്പൊ ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എന്റെ പേഴ്സണലി അപ്പൊ അവള് പറഞ്ഞു അവൾക്ക് ഏറ്റവും ഈ പുസ്തകത്തിന് ശേഷം അവൾക്ക് ഒരു കണ്ണിന്റെ ഒരു അസുഖമുള്ള ആളെ പറ്റി പറഞ്ഞല്ലോ. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും ആ സമയത്ത് കുറച്ച് സ്ട്രഗിൾസിലുള്ള ഒരു ടൈമായിരുന്നു. അപ്പം ഈ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ലേഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസ് വരുമ്പോൾ 2 രീതിയിൽ നമുക്ക് അതിനെ എടുക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ട്രഗിൾ അല്ലെങ്കിൽ ആ പെയിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. അതിൻ്റെ ഉള്ളിലേക്ക് പോയാലും നമ്മൾ ഉള്ളിലേക്ക് പോകും, ലോകം പുറത്തേക്ക് തന്നെ അങ്ങോട്ട് പോകും. നമ്മളില്ലെങ്കിലും ലോകം സഞ്ചരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വേദനയോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ശ്രമിക്കാം, പുറമേക്ക് വരാൻ ശ്രമിക്കാം. അപ്പൊ ആക്ച്വലി ഈ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്ട്രഗിളിന് എൻ്റെ പെയിനിന്ന് പുറത്തേക്ക് വരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ച ഒരു സമയത്താണ്. നമ്മൾ പഠിച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് പഠിച്ചവൻ എന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ
നൽകിയ ഒരു ദൗത്യമാണ്. അപ്പം വെറുതെയാണ് ഞാൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. മനസ്സിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നും ഉറപ്പില്ലായിരുന്നു. പക്ഷെ നമുക്ക് പഠിച്ചോന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അത്രയും പെയിൻ എടുത്ത്, കാരണം ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രയാസങ്ങളാണ്. അപ്പം ചിലപ്പോ ഒക്കെ ഞാനിങ്ങനെ കരഞ്ഞു പോയിട്ടുണ്ട്, ചില സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഒരു ദിവസം ഞാൻ വിചാരിക്കും ഇത്ര ചാപ്റ്റർ ഞാൻ എഴുതി വെക്കുകയായിരുന്നു, ഇങ്ങനെ ചുമരിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു 3 ചാപ്റ്റർ ഒക്കെ തീർക്കാന്ന് വിചാരിക്കുമ്പോൾ വളരെ കുറഞ്ഞ ഒരു പേജിന്റെ 1 പാരഗ്രാഫ് ഒക്കെ ചിലപ്പം ചെയ്തിട്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ സാഹചര്യങ്ങളുണ്ട്. ഏകദേശം 150-ലധികം പേജുകളുണ്ട്, 184ഓളം പേജുകളുണ്ട്. അത് ഫസ്റ്റ് വർക്ക് 2 മാസം കൊണ്ടാണ് തീർത്തത്. 2 മാസം എന്ന് പറഞ്ഞാല് ആക്ച്വലി ജൂലൈയിലാണ് ഞാൻ ഹാറൂൺ ഖാനോട് ഇങ്ങനെ പറയുന്നത്, ഇത് ഓക്കെ ആണല്ലോ ഹാറൂൺ ഖാൻ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് ഞാൻ ചെയ്തുതരാന്ന്. അങ്ങനെ തുടങ്ങിയപ്പോഴാണല്ലോ അറിയും നമ്മൾ ഫസ്റ്റ് വർക്ക് ആണല്ലോ. അപ്പം തുടങ്ങിയപ്പോ പറ്റുന്നില്ല. പിന്നെ ഞാൻ സ്കൂളിൽ ലീവ് എടുത്ത് കംപ്ലീറ്റ് ഇരുന്നു. അപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇത് വളരെ ഈസിയാ സംസാരിക്കാൻ, പക്ഷെ ഇതിന്റെ പിന്നിൽ കുറെ പെയിൻ ഉണ്ട്. ഇപ്പൊ എന്റെ കുടുംബത്തിലും ഇവളുടെ ഫാമിലിയിലും ഒക്കെ നമുക്ക് ബാക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ. നമ്മുടെ അത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി സ്ത്രീകളാകുമ്പോൾ ഫാമിലിയിൽ അത്രയും നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അൽഹംദുലില്ലാ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫാമിലി സപ്പോർട്ടിന്റെ കാര്യം ഇപ്പോ നിങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി ഇന്റർവ്യൂ കേട്ടിരുന്നപ്പോ ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് ഭയങ്കര ഒരുപാട് ഉപകരിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഈ കുടുംബത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അതും പടച്ചോൻ ഈ ഒരു പ്രയാസം നൽകുന്നതിന്റെ ഒപ്പം തന്നെ എളുപ്പമാക്കിയിട്ട് കുടുംബത്തിന്റെ ഒരു സാഹചര്യം നൽകി എന്നുള്ളതാണ്. എല്ലാ നിലക്കും എല്ലാ സാഹചര്യങ്ങളാണെങ്കിലും അൽഹംദുലില്ലാ പടച്ചോൻ അത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പ്രയാസത്തിന്റെ കൂടെ പിന്നെ ഒസ്രി ഉസ്ര എന്ന് പറയുന്ന കാര്യത്തെ ശരിക്കും അനുഭവിക്കാൻ ഇതിലൂടെ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ മറ്റെഴുത്ത് വർക്കുകളിലേക്ക് എന്തെങ്കിലും ഇതിനുശേഷം പോയിട്ടുണ്ടോ? ഇതിനുശേഷം ഹാറൂൺ ഖാന്റെ 2 വർക്ക്സ് ട്രാൻസ്ലേഷന് തന്നിട്ടുണ്ട്. അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യുവതയുടെ തന്നെ കുട്ടികളുടെ അതാണ്. പക്ഷെ ഫൈനൽ ആയിട്ട് പൂമരം ബുക്സിന്റെ അമ്മ മൊഴി അതിന്റെ 2 ബുക്ക് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫൈനൽ ആയിട്ടില്ല. വർക്ക് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അണ്ടർ ദി ബ്യൂട്ടിഫുൾ ഗ്രേസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിന്റെ അതിന്റെ പെർഫെക്ഷൻ ആയിരിക്കണം വീണ്ടും അടുത്ത വർക്കുകൾ നൽകാൻ. ഇത് ഒരുപാട് ആളുകളിലേക്ക് ഇംഗ്ലീഷ് പതിപ്പ് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ടെന്നാണ് ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞത്. ഒരുപാട് ആളുകൾ വായിക്കുന്നുണ്ട്. ഇത് കൂടുതലും ഇപ്പോഴുള്ള കുട്ടികളാണ് ഇത് ചൂസ് ചെയ്യുന്നതെന്നാണ്. നമ്മളെ ഷാർജ ബുക്ക് ഫെയറിൽ വെച്ച സമയത്ത് ഇത് മുഴുവൻ കോപ്പിയും ഇംഗ്ലീഷും മലയാളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് എടുത്തത് മുഴുവൻ പുതിയ തലമുറയിലെ കുട്ടികളാണ് എന്നുള്ളത് ഒരുപാട്. എസ്പെഷ്യലി GCC കൺട്രികളിൽ വളർന്നു വരുന്ന മലയാളി കുട്ടികൾ പോലും ഇംഗ്ലീഷിനോടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോ ആക്ച്വലി നിർബന്ധമായിരുന്നു ഇത്തരം ഒരു പുസ്തകം എന്തായാലും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് എന്നുള്ളത്. പിന്നെ മാത്രമല്ല ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണല്ലോ. അപ്പൊ ആക്ച്വലി ഈ ബുക്ക് ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും അതൊരു റിവൈവലാണ്, എവിടെയുള്ള ആളാണ്. അപ്പൊ നേരത്തെ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ഇപ്പോഴാണ് വരുന്നത്. അപ്പം ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വായിച്ചു കഴിയാൻ ബുദ്ധിമുട്ടുള്ള പുസ്തകം പിന്നീട് ചെയ്തത്? അപ്പൊ പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നു. അതായത് ഇത് ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് മുഴുവനുള്ള ആൾക്കാർ അതെ ഒരു പ്രത്യേക പെർസ്പെക്റ്റീവിലുള്ള ബുക്കല്ല. ഒരു മനുഷ്യന് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പം അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, ഒരു റെജുവനേഷൻ എങ്ങനെ സാധ്യമാകും എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. മാത്രമല്ല അതിലെ ആൾക്കാർ ഇതില് എന്റെ പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ഇതിൽ ഇവരുടെ ഈ ഹവ്വയുടെ ഡോക്ടേഴ്സ് ആ മെഡിക്കൽ സപ്പോർട്ട് അവൾക്ക് നൽകിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് അവരുടെ ഒരു സപ്പോർട്ട് അത് ഇവിടെ ഇത്രയും ആനന്ദ് പിന്നെ ഡോക്ടർ കർപ്പാകം, ഡോക്ടർ സുരേഷ്, അവരവരുടെ നോർമൽ ടെക്നിക്കൽ ഡ്യൂട്ടിക്ക് ആനന്ദൊക്കെ എന്റെ 2ാമത്തെ സർജറി സമയത്ത് എനിക്ക് ഇത്ര വലിയൊരു രണ്ടാമത്തേത് ഒരു സിസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ അപ്പൊ ഈ വലിയ സിസ്റ്റ് വന്ന് എന്നുള്ളത് ഇവരാരും എന്നോട് പറഞ്ഞിട്ടില്ല. ചെറിയ എന്തോ അതെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ ഏറ്റവും കൂടുതൽ എന്നെ ആ ഒരു സർജറിക്ക് വേണ്ടി കംഫർട്ട് ആക്കിയത് ആനന്ദായിരുന്നു. ഒരു ബ്രദറിന്റെ പോലെ. ഒരാവശ്യമില്ല, രാത്രി വരെ അവനോട് ഇരുന്ന് എന്നോട് തമാശകൾ പറഞ്ഞ് ശരിക്കും കംഫർട്ട് ആക്കുമായിരുന്നു.
അത്രയും ടെക്നിക്കലി ഒരു ഡോക്ടറിന്റെ ജോലി എന്ന് പറഞ്ഞാൽ വരിക, സർജറി ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാ, അത്ര മതി ശരിക്കും. അതേപോലെ അവര് ഇമോഷണലി ഭയങ്കര, അതായത് എന്റെ ഓങ്കോളജി ഡോക്ടർ ഉണ്ട്, ഡോക്ടർ സുബ്രഹ്മണ്യൻ സാർ എന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല സാറിന്. എന്നിട്ട് അവരുടെ അസിസ്റ്റന്റ് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു, സാർ അത്രയും അപ്സെറ്റ് ആയി പോയിട്ടുണ്ട് ആ ഒരു സമയത്ത്. അത്രയും ഇമോഷണൽ ബോണ്ടായിരുന്നു അവർക്ക് എന്നോട്. ശരിക്കും ഒരു മകളെ പോലെ ആയിരുന്നു അവര് എന്നെ ട്രീറ്റ് ചെയ്തത്. ആനന്ദ് ഒരു സിസ്റ്ററിനെ പോലെ ആയിരുന്നു ട്രീറ്റ് ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരുപാട് ഇപ്പോ ലോകത്തെ എല്ലാവർക്കും ചേർന്ന ഒരു പുസ്തകം എന്ന് പറയാൻ കാരണം മനുഷ്യരുടെ ഇമോഷൻ ഉണ്ട്, മനുഷ്യരുടെ ചേർത്ത് പിടിക്കലുകളുണ്ട്. പിന്നെ ഒരാളുടെ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു പ്രയാസം എന്നുള്ള തിരിച്ചു വരാനുള്ള ഒരു വഴിയുണ്ട്. ഒപ്പം തന്നെ ആർക്കും പടച്ചവനിലേക്ക് എത്താനുള്ള ഒരു മാർഗം ഇതിലുണ്ടെന്നാണ് ഇപ്പോ മൊത്തത്തിൽ ഇപ്പോ യുവത അറിയിച്ചത്. ഈ അടുത്ത ഷാർജ ബുക്ക് ഫെയറിലേക്ക് അറബി പതിപ്പ് കൂടി ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് അവിടെ ഷാർജയിൽ ഒന്നുകൂടി അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രത്തോളം ഒരുപാട് കോപ്പികൾ വിറ്റഴിക്കുന്നു, ഒരുപാട് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൽ പ്രധാന കഥാപാത്രമാണ്, അതിന്റെ ഒറിജിനൽ ഓതറാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? സത്യത്തിൽ ഇതൊക്കെ അള്ളാഹു ഉണ്ടാക്കിയ, അതായത് ഇതൊന്നും എൻ്റെ ഒരു കഴിവല്ല. ഞാൻ എഴുതുമ്പോഴും ഞാൻ പലപ്പോഴും അതിൽ എഴുതിയിട്ടുണ്ട്. കാരണം എനിക്ക് പലപ്പോഴും അള്ളാഹു എൻ്റെ കൈ പിടിപ്പിച്ച് എഴുതിക്കുന്നു എന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ എൻ്റെതായിട്ടുള്ള ഒരു കഴിവില്ല. അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹം. അള്ളാഹു അതിലൂടെ അള്ളാഹിനെ കൂടുതൽ അടുക്കാൻ വേണ്ടി മനോഹരമായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി തരികയാണ്. എത്രയോ തവണ റബ്ബിനോട് ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കിത് തന്നതിന്. കാരണം അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്കാണല്ലോ അള്ളാഹു ഇങ്ങനെ ഉള്ള അവസരങ്ങൾ, അതെ, അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി വന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഓരോ വരി എഴുതുമ്പോഴും അതിനൊക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട്, അതായത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തിരിച്ചോർക്കും വളരെ മനോഹരമായ ദിവസങ്ങളാണ് എനിക്ക്. അതിന് അനുയോജ്യമായ ഒരു സാഹചര്യം ചുറ്റും അത് അള്ളാഹു ഉണ്ടാക്കി തന്നതല്ലേ. എന്റെ ഭർത്താവ് ഒരു ദിവസം കൂടെ ജോലി ഒഴിവാക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ, അതെ, അപ്പൊ എനിക്ക് അതെന്റെ ഉപ്പയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് സത്യത്തിൽ ഒരു ചിറക് പോലെ ആയിരുന്നു എന്റെ ഉപ്പയും എന്റെ ഹസ്ബൻഡും നിന്നത്, പിന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സും. അപ്പൊ അവരൊക്കെ അത് ഒരുക്കി തന്ന എല്ലാം അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം ഇപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോൾ ഇത് സത്യത്തിൽ ഞാൻ എഴുതിയതല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം അത് അള്ളാഹു തന്നു, അള്ളാഹു അനുഭവങ്ങൾ തന്നു, സാഹചര്യം, അതെ, ഇതാണുള്ള ഒരു കഴിവുണ്ടാക്കി തന്നത്. ഈ എഴുത്ത് മുന്നേ എഴുതിയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോ വാട്സപ്പിൽ എഴുതിയിരുന്നു. ഈ രോഗത്തിന്റെ സമയത്ത് ശേഷം അത് പുസ്തകത്തിലേക്ക് മാറി. അതിനുശേഷം തുടരണം എന്നുള്ളൊരു ആഗ്രഹവും അതിനുള്ളൊരു തീരുമാനമൊക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അപ്പൊ അത് വാട്സപ്പ് എഴുത്തുകളിൽ നിന്ന് ഡയറിയായി, ഡയറിയിൽ നിന്നത് പുസ്തകമായി. അൽഹംദുലില്ലാഹ് അതിപ്പോ പുതിയ എഴുത്തിലേക്കുള്ള ചിന്ത വരെ എത്തി. അതിന്റെ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പുതിയ എഴുത്തിനെ പറ്റിയിട്ടുള്ള കാര്യത്തിലുള്ള ഒരു പുതിയ അപ്ഡേഷൻ എന്താണ്? പുതിയ എഴുത്ത് ഉടനെ പുറത്തിറങ്ങും. പുതിയ എഴുത്ത് എഴുതണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എനിക്ക് കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് അത് എഴുതാനുള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് പുസ്തകങ്ങൾ റിവ്യൂ ചെയ്ത് എഴുതാറുണ്ട്. അതിന് സമയം തുടരുന്നുണ്ട്. ഫേസ്ബുക്കിലൊക്കെ എഴുതാൻ ശ്രമിക്കാറുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ ശ്രമിക്കാറുണ്ട്. ഈ എഴുത്ത് തുടരുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ അവസാനത്തെ എഴുത്ത് ഫേസ്ബുക്കിൽ കണ്ടത് കുഞ്ഞബ്ദുള്ളക്കയുടെ ഒരു പുസ്തകത്തെ പറ്റിയായിരുന്നു. അപ്പോൾ അത് എഴുതിയത് വായിച്ചത് കണ്ടപ്പോൾ ശരിക്കൊരു വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെട്ടു. അപ്പൊ അത്തരം ഒരാളെ കുഞ്ഞബ്ദുള്ളക്കയെ പരിചയപ്പെടാനും ഒക്കെ കാരണമായത് നമ്മുടെ മുന്നത്തെ റീകാസ്റ്റിലെ ഇന്റർവ്യൂ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടതും ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ പറ്റിയൊക്കെ ചെറിയൊരു രീതിയിൽ അത് പറയുകയാണെങ്കിൽ. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ കഴിഞ്ഞ് അത് റിലീസ് ചെയ്തതിനു ശേഷം ഒരുപാട് മെസ്സേജുകളും കോളുകളും ഒക്കെ വന്നു. അപ്പോൾ അറിയാത്ത നമ്പറിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരികയാണ്. അപ്പം തുടരെയുള്ള മെസ്സേജുകളാണ്. അപ്പം ഞാൻ സാധാരണ പോലെ എടുത്തു നോക്കി. അപ്പോൾ അബ്ദുള്ളക്ക സ്വയം പരിചയപ്പെടുത്തുകയാണ് എനിക്ക്. അപ്പോൾ അന്ന് വരെ എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം ഞാൻ അന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ പുസ്തകം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. കാരണം എൻ്റെ ഒരു മനസ്സിൽ അന്നത്തെ എൻ്റെ ഒരു ചിന്ത വെച്ച് ഞാനിത് ഐസ് പാക്കൊക്കെ പിടിച്ച് എൻ്റെ ഹസ്ബൻഡും കൂടി ഇരുന്ന് ഒരുപാട് വേദനിച്ചിട്ടാണ് ഞാൻ എഴുതിയത്.
അപ്പോൾ ഞാനത് അതിൽ പറയും ചെയ്തിരുന്നു. ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് കുഞ്ഞ് അബ്ദുള്ളഖാന്റെ മെസ്സേജ് ഞാൻ വായിക്കുന്നത്. അപ്പൊ അബ്ദുള്ളഖാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തി. പിന്നെ അബ്ദുള്ളഖാന്റെ ബാക്കിയുള്ള മെസ്സേജുകൾ കണ്ട് ഞാൻ സത്യത്തിൽ എനിക്ക് എന്നോട് തന്നെ, ഞാൻ ആ പറഞ്ഞതിനോട് എനിക്ക് സത്യത്തിൽ എന്നോട് തന്നെ ഒരു ലജ്ജ തോന്നിപ്പോയി എന്നുള്ളതാണ്. അതെ, അതിനേക്കാൾ വലിയൊരു പ്രയാസമാണ്. കുഞ്ഞ് അബ്ദുള്ളഖാൻ എന്ന് പറയുന്നത് 33 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന്റെ ജീപ്പിന്റെ മുകളിലേക്ക് ഒരു മരം മറിഞ്ഞ് വീണ് അദ്ദേഹം കഴുത്തിന് താഴെ പൂർണ്ണമായി ചലനശേഷി നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല് അദ്ദേഹം ജീവിച്ചിരിക്കുമോ എന്ന് പോലും ഡോക്ടർമാർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കഠിനമായ വിശ്വാസവും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും കഠിനാധ്വാനവും ഒക്കെ കൊണ്ടാണ് അദ്ദേഹം ഇളകാത്ത വിരലുകൾക്കിടയിൽ പേന വെച്ചിട്ട് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹം എഴുതിയത് 2 പുസ്തകങ്ങളാണ്. ഞാനാകെ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം അതെ, അപ്പൊ അദ്ദേഹം എനിക്ക് അയച്ചു തരാണ്. അപ്പൊ നമുക്ക് ആലോചിച്ച്, എനിക്കറിയാം എന്റെ കൈവിരല്, നമുക്ക് അതിന്റെ ഇടയിൽ ഒരു പേന പിടിക്കാനുള്ള ഒരു പ്രയാസം എന്ന് പറയുമ്പോൾ എനിക്കത് കൂടുതൽ അത് അറിയാൻ പറ്റും. അപ്പം അദ്ദേഹം എനിക്കത് അയച്ചു തരാണ്. അതായത് ഈ 2 പേന വെച്ച് അത് മൂടി വായിൽ പേന തിരികി എടുത്ത്, അദ്ദേഹം പറയണം ആദ്യമൊക്കെ ഒരു പേജിൽ അദ്ദേഹം ആദ്യത്തെ അക്ഷരമൊക്കെ എഴുതി ഒരു പേജ് നിറയെ ഉണ്ടാവും അല്ലെ, നമ്മളൊരു വിരല് ഇങ്ങനെ. പിന്നീട് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം വളരെ മനോഹരമായ കയ്യെഴുത്ത് അതൊക്കെ എനിക്ക് അയച്ചു തരാണ്. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം കിടന്നുകൊണ്ട് മെസ്സേജ് ടൈപ്പാണ് ചെയ്യാം. അപ്പൊ ടൈപ്പ് ചെയ്യുന്ന രീതിയൊക്കെ എനിക്ക് അയച്ചു തന്നു. ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, അൽഹംദുലില്ലാ, ഞാനൊക്കെ എന്തവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. ഞാൻ കടന്നുപോയതൊന്നും ഒരു പ്രയാസമേ ആയിരുന്നില്ല. ഞാൻ അൽഹംദുലില്ലാ അങ്ങ് തിരിച്ചതിലേക്ക് വന്നു. ഇന്നും കുഞ്ഞ് അബ്ദുള്ളക്ക ആ ഒരു അവസ്ഥയിലാണ്. പക്ഷെ അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ ഈ അടുത്താണ് വായിക്കുന്നത്. അദ്ദേഹത്തെ അറിയാമോ? ആ ഒരു പുസ്തകം അത്ഭുത ഗോപുരം എന്നുള്ള പുസ്തകം. ആ പുസ്തകം ഏതൊരു മനുഷ്യനും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ അനുഗ്രഹങ്ങളും പല മനുഷ്യർക്കും അതൊരു സ്വപ്നമാണ്. കുഞ്ഞ് അബ്ദുള്ളക്കായെ പോലുള്ള മനുഷ്യർക്ക് അതൊരു സ്വപ്നമാണ്. പക്ഷെ അദ്ദേഹം എന്ന് പറയുന്നത്, അദ്ദേഹം ഇന്ന് ഒരുപാട് അദ്ദേഹത്തെ പോലുള്ള രോഗികൾക്ക് ശരിക്കും ഒരു ആശ്വാസ വാക്കാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു ട്രെയിനിങ്, അപ്പൊ ഇതിന് മുന്നേ ഒക്കെ ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ചിരുന്നു, ട്രെയിനിങ്ങുകളൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ അനുഭവമായിരുന്നു ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പുസ്തകം എന്നെ സത്യത്തിൽ വളരെയധികം പുസ്തകമല്ല, ഈ ഒരു വ്യക്തിയുടെ ഒരു അനുഭവം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു പുസ്തകം ഏതൊരു മനുഷ്യനും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. പ്രത്യാശയുടെ അത്ഭുത ഗോപുരം എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ പേര്. പിന്നെ നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് ഒരു നോർമൽ ലൈഫിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറെയൊക്കെ വന്നു അൽഹംദുലില്ലാ. അപ്പൊ അതിൽ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിരുന്നു, ചില പ്രയാസങ്ങളൊക്കെ നിലവിലുണ്ട്. കുറെ നേരം ഇരിക്കാൻ ഇപ്പോഴും കഴിയില്ല, അതേപോലെ കാലിൽ വിരലുകൾ റെസ്പോൺസ് കുറവാണെന്നൊക്കെ. അപ്പൊ എന്താണ് ഇപ്പൊ നിലവിലൊരു ഹെൽത്ത് സ്റ്റാറ്റസ്? അത് അറിയാൻ ഒരുപാട് ആൾക്ക് ആഗ്രഹം ഉണ്ടാവും. നിലവിൽ പൂർണ്ണമായ പഴയ അവസ്ഥയിലേക്ക് എത്തിയോ, അതോ എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ്? അൽഹംദുലില്ലാ, ഞാൻ പഴയ അവസ്ഥയിലേക്ക് തന്നെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻ്റ് ആയി. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്വയം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ആകെയുള്ളത് ആദ്യമായിട്ട് ട്യൂമർ വന്ന ഒരു ഭാഗത്ത് അത് തിരിച്ചു വരാൻ സാധ്യതയില്ല. അതെൻ്റെ ചെരുപ്പ്, സാധാരണഗതിയിൽ ചെരുപ്പിടാനുള്ളൊരു മൂവ്മെന്റ് ഉണ്ട്, അതെനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, അത് ആ ഫസ്റ്റ് നഷ്ടപ്പെട്ടൊരു ചെറിയ ഒരു ബുദ്ധിമുട്ട് വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അൽഹംദുലില്ലാ ഞാൻ പഴയൊരവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷെ അത് എനിക്കൊരു അനുഗ്രഹമാണ്. അതവിടെ നിൽക്കുന്നത് എനിക്കൊരു ഓർമ്മയാണ്. അതെപ്പോഴും എപ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മറന്നു പോകുന്ന ഒരു സമയത്ത് എനിക്ക് ഈ വിരലിലേക്ക് നോക്കാലോ. അത് നോക്കുന്ന സമയത്ത് ഈ ഒരു കാലിലെ വിരലുകളാണ് ഇപ്പൊ അനങ്ങാതിരിക്കുന്നത്, അത് ഈ കയ്യിലെ വിരലുകളായിരുന്നെങ്കിൽ എന്നുള്ള ഒരു കാര്യം ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. അത് ആ പ്രയാസം അങ്ങനെ നിൽക്കുന്നതിൽ സന്തോഷം. അൽഹംദുലില്ലാ. അതിൽ പിന്നെ ഇപ്പോ ഒരുപാട് എഴുത്തനുഭവങ്ങൾ വന്നതായിട്ട് നേരത്തെ പറഞ്ഞു, കണ്ണിന്റെ വിഷയത്തിലൊക്കെ പറഞ്ഞു. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഇപ്പോൾ രോഗികളായിട്ടുള്ള ആളുകൾ, നമുക്കൊരു ബന്ധുവല്ലാത്ത അപരിചിതരായിട്ടുള്ള ആളുകൾ, അതേപോലെ നമ്മളുടെ മറ്റൊരു മുഖം അറിയുന്ന ബന്ധുക്കൾ,
അവർ നമ്മുടെ ഈ ഒരു മുഖം പുസ്തകത്തിലൂടെ അറിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയെ പറ്റി അറിയുമ്പോൾ അങ്ങനെ പറയാവുന്ന ഒരുപാട് അനുഭവങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, നൂറുകണക്കിന് അനുഭവങ്ങൾ ഉണ്ടാവും. അതിലേതെങ്കിലും പങ്കുവെക്കാൻ ഇനി താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ? എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ആണ് പലരും എന്നെ മെസ്സേജ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. അതെ, ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. ഇങ്ങനെ വായിച്ച് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പലരും ഈ പുസ്തകങ്ങൾ അവർക്ക് അറിയുന്നവർക്കൊക്കെ ഗിഫ്റ്റായിട്ട് ഈ പുസ്തകങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ അവര് വീണ്ടും പലർക്കും പുസ്തകങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഇവര് വഴി എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട്. അതായത് ഈ പുസ്തകം നമ്മൾ വിചാരിച്ചതിനൊക്കെ എത്രയോ മുകളിലേക്കാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ്. പല ആളുകളുടെയും ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്ന സമയത്ത് ഈ ഒരു പുസ്തകം കൊണ്ട് അവർക്ക് അവരുടെ ഈമാൻ വർദ്ധിച്ചു. അതായത് അള്ളാഹുവിൽ എങ്ങനെ തവക്കല് ചെയ്യാമെന്ന് ഈ ഒരു പുസ്തകത്തിലൂടെ അറിഞ്ഞു എന്ന് ഉള്ള ഒരു അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മറ്റെല്ലാത്തിനേക്കാളും പടച്ചവനിലേക്ക് ആളുകൾ അടുക്കാൻ പറ്റി. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് വന്നൊരു മെസ്സേജ് എന്ന് പറയുന്ന ഒരൊറ്റ വരി മെസ്സേജാണ്, അള്ളാഹുവിനെ ഇത്രയും മനോഹരമായി പറഞ്ഞു തന്നതിന് നന്ദി എന്നാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് സത്യത്തിൽ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അനുഭവിച്ചറിഞ്ഞ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതാണിത്. ഈ അനുഭവത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മരണത്തെ പറ്റി ഓർക്കാം. ഞാൻ മരണത്തിന് തയ്യാറായി. ഒരു ഫസ്റ്റ് സർജറിക്ക് പോകുന്ന സമയത്ത് ഞാൻ മരിക്കാൻ റെഡി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതൊരു വല്ലാത്തൊരു സൗഭാഗ്യമാണ്. നമുക്ക് മരിക്കാൻ റെഡിയാകാൻ പലർക്കും അവസരം ലഭിക്കാറില്ല. ചിലരൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കാത്തതുണ്ടാവും. ചിലർ പറയും ഞാൻ അങ്ങനെ ഒരുപാട് കിടക്കാതെ പെട്ടെന്ന് മരിച്ചിരുന്നെങ്കിൽ. ശരിക്കും എത്ര വലിയ നഷ്ടമാണ്. ഒന്ന് മരണത്തിന് മുമ്പ് ഒരു പോസ് കിട്ടാൻ, ഒരു സ്റ്റോപ്പ് ചെയ്തൊന്ന് കുറച്ചേരം തിങ്ക് ചെയ്യാൻ ഒരു സമയം കിട്ടാൻ, അതിന് വല്ലാത്തൊരു നന്ദി പഠിച്ചവനോട് പറയേണ്ടതുണ്ടല്ലോ. അപ്പോൾ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു അത്. ഈ മരണത്തെ പറ്റിയിട്ടൊരു ഓർമ്മ, അതിനൊരു സ്പെഷ്യൽ ഇൻസൈറ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എന്താ പറയാൻ പറ്റും? അതായത് ഞാൻ പലപ്പോഴും രോഗികൾ എന്നെ വിളിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് ആശ്വാസം ലഭിക്കാറാണ്. ഞാൻ അവരോട് പറയും, കാരണം നമ്മൾ ഭാഗ്യവാന്മാരാണ്. രോഗം ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ വരുമ്പോൾ പലപ്പോഴും ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പേടിക്കുകയാണ് ചെയ്യുക. എൻ്റെ പുസ്തകത്തിൽ അതെനിക്കറിയാം. അതായത് മുന്നേ എൻ്റെ ജീവിതത്തിൽ ഞാനും ക്യാൻസർ എന്ന് കാണുന്നൊരു വീഡിയോ ഉണ്ട്, ഞാനിത് കാണാറില്ലായിരുന്നു. എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഒരു സ്ഥലത്ത് പോലും ക്യാൻസർ എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് ആളുകൾക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണ്, ഈ പുസ്തകത്തിലൂടെ അവർക്ക് കിട്ടും. അപ്പോൾ ആളുകളൊക്കെ ഈ രോഗത്തെ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ മാരകമായ രോഗങ്ങൾ വരുന്ന സമയത്ത് സത്യത്തിൽ അതിൽ നമ്മളൊന്നും കാണാത്തൊരു നന്മയുണ്ട്. അതാണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മരണം മുന്നിൽ കാണുകയാണ്. മരണം ഏത് നിമിഷവും വരാം. നമ്മൾ ഈ നിൽക്കുന്ന നിമിഷത്തിൽ നമ്മൾ മരിച്ചു പോകും. പക്ഷെ ഈ രോഗം വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ശരിക്കും പിറകോട്ടൊരു എത്തിനോട്ടം നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് തെറ്റുകൾ തിരുത്താന്, മാപ്പ് ചോദിക്കാം, എല്ലാം ക്ലിയർ ആക്കാൻ, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് എപ്പോഴും കുറച്ച് സമയം ഉണ്ടെന്ന്. നമുക്കൊരു പരീക്ഷയൊക്കെ വരുമ്പോൾ സാധാരണ രീതിയിൽ സ്കൂളിലൊക്കെ ഒരു 4 മാസം കഴിഞ്ഞിട്ടുള്ള പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് മടി വരും. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ഒരു പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ആ ഒരു പരീക്ഷയിലുള്ള ഒരു അത് രോഗികൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണെന്നാണ് എനിക്ക്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കുടുംബങ്ങളോ ഉണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ അത്തരത്തിൽ അത് എടുക്കുന്ന സമയത്ത് പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ ഈ ജീവിതത്തിലുള്ള പല പ്രയാസങ്ങളും ശരിക്കും അതിലൊരു നന്മ ഉണ്ട്, നമ്മളത് കാണുന്നില്ല എന്നുള്ളത്. നമ്മളതിലേക്ക് നോക്കുന്ന പേഴ്സ്പെക്റ്റീവ് ആണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടുത്തൂല. നമ്മൾ മനുഷ്യരാണ് പരസ്പരം പ്രയാസപ്പെടുത്തുന്നത്. അള്ളാഹു നമുക്ക് ഒരു പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ എളുപ്പ വഴികളും അള്ളാഹു നമുക്ക് ചുറ്റും തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ പടച്ചവൻ എന്ത് നന്മയാണ് ഇതിൽ നൽകിയത് എന്ന് അന്വേഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സാഹചര്യത്തിലേക്ക് നോക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള തൗഫീക്ക് നമുക്കൊക്കെ പടച്ചവൻ തരട്ടെ എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഫൈനലി ഇപ്പൊ KP ഹവ്വ എന്ന് പറയുന്ന എഴുത്തുകാരിയെ ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ വായിച്ചിട്ടുണ്ടാവും, റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ്, പെങ്ങളാണ്, ഉമ്മയുടെ സഹോദരിയുടെ മകളാണെങ്കിൽ പോലും ഒരു പെങ്ങൾ പോലെയാണ്, ഒപ്പം വളരെ അടുത്തറിയുന്ന ആളാണ്, എഴുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതാണ്. എങ്ങനെയാണ് എഴുത്തുകാരിയെ കാണുന്നത്? ഒരു ഭാവിയിലേക്കുള്ള നിർദ്ദേശങ്ങളായിട്ട് എന്താണ് പറയുന്നത്?
ഒരു എഴുത്തുകാരി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു എഴുതുന്ന ആള്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കാന്ന് പറയുമ്പോൾ ആ ഓഡിയൻസിന് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കണം അത് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഹവ്വയുടെ പുസ്തകം വായിച്ചാൽ ഏത് സാധാരണക്കാരായ ആൾക്കാർക്കും അത് ഉള്ളോട്ടെടുക്കാനും ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അതാണ് അവളുടെ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. സോ ആസ് എ റൈറ്റർ അവൾക്ക് ഇനിയും ഇനിയും എഴുതാനാവട്ടെ, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും പടച്ചവനും എല്ലാ അനുഗ്രഹങ്ങളും അവൾക്ക് കൊടുക്കട്ടെ. ആമീൻ. അവൾക്കും അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വി ആർ അണ്ടർ ദ ബ്യൂട്ടിഫുൾ ഗ്രേസ്. ബിക്കോസ് കാരണം നമ്മുടെ ലൈഫിൽ ഒരു ട്രോമ കഴിഞ്ഞ് അതിന് ശേഷം 1-2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതുപോലെ ഇരിക്കാൻ പടച്ചവൻ ഈ ഒരു അവസരം നൽകിയ പടച്ചവനോട് നമ്മൾ എത്ര സുജൂത് ചെയ്താലും നന്ദി പറഞ്ഞാലും നമുക്കത് മതിയാവില്ല. നമുക്ക് അതിനുള്ള മനസ്സും കൂടെ എപ്പോഴും നമ്മൾ ലൈഫിൽ നമ്മൾ നന്ദി ഉള്ളവരാവാനാണ് മനുഷ്യന്മാരോട് മറന്നു പോകുന്നത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് പഠിച്ചവനോട് എന്നും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും അവത്തോട് ആവശ്യപ്പെടാനുള്ള അതാണ്, ചെറിയ കൃതികൾക്ക് അപ്പുറം വലിയ കൃതികൾ ഇനിയും ഉണ്ടാവട്ടെ, അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം ആ ഭാഷ ആളുകളുടെ ഇമോഷനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും, ആളുകളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റുന്ന എഴുത്തുകൾ എഴുതുക, വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഭഗവതയുടെ സംസാരത്തിൽ തന്നെ ആ ഒരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോൺ അതിലുണ്ട്. അപ്പൊ അത് ഇൻഷാ അല്ലാ കൂടുതൽ ജീവിതാനുഭവങ്ങളും മറ്റുമായിട്ട് വരണമെന്ന് ആസ് എ റീഡർ ആവശ്യപ്പെട്ടു ഇൻഷാ അല്ലാ. പിന്നെ അപ്പോൾ എത്രയാണ് മൊത്തത്തിൽ ഓഡിയൻസിനോട് ഒരിക്കൽ കൂടി വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് മനോഹരമായ കാവൽ എന്ന് പറയുന്ന ആദ്യത്തെ ഹവത്ത് എഴുതിയ പുസ്തകമാണ്. അതിനുശേഷമുള്ള അണ്ടർ ദി ബ്യൂട്ടിഫുൾ ഗ്രേസ് എന്ന് പറയുന്ന വിവർത്തനമാണ്. അപ്പോൾ വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഈ മനോഹരമായ വായനാനുഭവം എല്ലാവരും അത് അനുഭവിക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ. ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് പടച്ചവനിലേക്കുള്ളൊരു വഴിയായി ഈ പുസ്തകം വർത്തിക്കുമെന്ന് ഇവിടെ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളിലൂടെ വ്യക്തമാണ്. അപ്പോൾ അതിനുള്ളൊരു സഹായമായി ഈ പുസ്തകവും ഇത്തരം ഇൻ്റർവ്യൂകളും അത്തരം ആളുകളിലേക്ക് എത്തിക്കണമെന്നും പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇവിടെ റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.